ഇന്നത്തെ നമ്മുടെ വീഡിയോയ്ക്ക് നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്തെടുക്കാൻ പോകുന്നതേ ലൈനിങ് ചുരിദാർ കട്ട് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് കേട്ടോ ലൈനിങ്ങിൻ്റെ കാര്യത്തിൽ. അപ്പോൾ ചുരിദാർ തയ്ച്ച് കഴിഞ്ഞിട്ട് 2 കഴുകലൊക്കെ കഴിയുമ്പോൾ ചുരിദാറിൻ്റെ ലൈനിങ് ഒന്നില്ലെങ്കിൽ ചുരുങ്ങി പോവുക, അല്ലെങ്കിൽ നമ്മുടെ ലൈനിങ് ഇങ്ങനെ വലിഞ്ഞിട്ട് താഴോട്ട് ഇങ്ങനെ തൂങ്ങിക്കെടുക്കുകയൊക്കെ ചെയ്യില്ലേ, അതുപോലെ നിൽക്കുന്നതൊക്കെ ഇല്ലാതിരിക്കാനായിട്ട് നമുക്കിത് ചുരിദാർ കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ലൈനിങ്ങിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ ഞാനിവിടെ നമുക്ക് ചെറിയ രീതിയിലാണ് കാണിക്കുന്നത്. ചെറിയൊരു പീസ് തുണിയിൽ ഞാനിവിടെ നമ്മുടെ ചുരിദാർ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ, ചെറുതായിട്ട് ആ ഒരു മോഡൽ. അപ്പോൾ അതിൻ്റെ കഴുത്തും കൂടി ഞാനിപ്പോൾ കട്ട് ചെയ്തിട്ടുണ്ട്, കറക്റ്റ് ആ ഒരു ഷേപ്പ് തോന്നിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിത് ഇതേപോലെ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വലിയ തുണിയിൽ കാണിക്കുന്നതിനേക്കാളും ചിലപ്പോൾ ചെറുതിൽ കാണിക്കുമ്പോൾ കുറച്ചും കൂടി മനസ്സിലാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ കട്ട് ചെയ്തെടുത്തതിൽ 2 പീസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ഒരെണ്ണം ഫ്രണ്ട് ഭാഗത്തേക്കും ഒരെണ്ണം ബാക്ക് പീസാണ് വരുന്നത്. അപ്പോൾ ഇതിൽ ഒരു പീസ് മതി നമുക്ക് ലൈനിങ് കട്ട് ചെയ്യാനായിട്ട്. നമുക്ക് ഒരെണ്ണം എടുത്തിട്ട് മാറ്റി വെക്കാം കേട്ടോ. ഇതേ ഒരു ഷേപ്പിൽ തന്നെ നമുക്കിനി കട്ട് ചെയ്തെടുക്കാം. ഇതിലത്തെ ഒരു പീസ് തുണീനെ നമുക്കിനി നടുമടക്കി എടുക്കണം. അതായത് നമ്മൾ കട്ട് ചെയ്യാനായിട്ട് നടുമടക്കിയിട്ടാണല്ലോ നേരത്തെ കട്ട് ചെയ്തത്. അപ്പോൾ അതേ രീതിക്ക് തന്നെ ഇതിൻ്റെ ആ ഒരു ഷേപ്പിൽ തന്നെ മടക്കി വെക്കാം കേട്ടോ. അതിനുശേഷം ലൈനിങ് തുണി എടുത്തിട്ടുണ്ട്. അപ്പോൾ ലൈനിങ് തുണി നമ്മൾ വലിയ തുണിയിൽ കട്ട് ചെയ്യുമ്പോൾ സാധാരണ മടക്കിയിടാറുള്ള പോലെ തന്നെ 4ആക്കി മടക്കാം കേട്ടോ. അതായത് മടക്കി വെച്ചതിന് ശേഷം നമ്മളിപ്പോൾ ഇതൊരു ചെറിയ പീസ് തുണിയായ കാരണമാണ് മേൽഭാഗത്ത് ഓപ്പൺ ആയിട്ട് വരാം. അല്ലെങ്കിൽ നമ്മൾ സാധാരണ ചുരിദാറിന് നൈറ്റിക്കും എല്ലാത്തിനും നമ്മൾ മടക്കാറുണ്ടല്ലോ 4ആയിട്ട്, മേൽഭാഗം ഓപ്പൺ അല്ലാതെ. അപ്പോൾ അതേ രീതിയിലാണ് കേട്ടോ വരാം. അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ ചെറിയ പീസായ കാരണമാണ് ഇങ്ങനെ മേൽഭാഗം തുറന്നിരിക്കുന്നത്. അതിൻ്റെ മേൽഭാഗത്തേക്ക് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള നമ്മുടെ ചുരിദാറിനെ ഇതേപോലെ എടുത്ത് വെക്കുക കേട്ടോ. വെച്ച് കഴിയുമ്പോഴേ നമ്മുടെ ലൈനിങ് അധികം നീങ്ങി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അത്യാവശ്യം നന്നായി കട്ട് ചെയ്യാൻ അറിയുന്നവരാണെന്നുണ്ടെങ്കിൽ വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. തീരെ അറിയാത്ത തുടക്കക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മേലെ 2-3 പിന്ന് കുത്തി വെച്ച് കഴിഞ്ഞാൽ അത് നീങ്ങി പോവാതിരിക്കും കേട്ടോ. അപ്പം അങ്ങനെ വെച്ചിട്ട് വേണേ കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ ചുരിദാറിൻ്റെ ഇറക്ക് നമ്മൾ നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ചെറിയ തുണിയായ കാരണം ഇവിടെ 11 ഇഞ്ചാണ് ഇറക്ക്. അപ്പോൾ ഈ ഒരു 11 ഇഞ്ചിൽ തന്നെ ലൈനിങ് കട്ട് ചെയ്യാൻ പാടില്ല കേട്ടോ. ലൈനിങ് എപ്പോഴും അതിനേക്കാളും ഒരു 2 ഇഞ്ചോ അല്ലെങ്കിൽ ഒരു 1.5 ഇഞ്ചോ ഇങ്ങനെ വ്യത്യാസം വരുത്തിയിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. ഞാനിപ്പോൾ ഇവിടെ ഇതിനേക്കാളും 1.5 ഇഞ്ച് കുറച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു ചെറിയ ചുരിദാറിന് 11 ഇഞ്ചാണ് ഇറക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ലൈനിങ് ഞാനിവിടെ 1.5 ഇഞ്ച് മേലേക്ക് നീക്കിയിട്ട് ഇതേ മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ 1.5 ഇഞ്ചാണ്. അപ്പോൾ ഞാൻ 9.5 ഇഞ്ചാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ തന്നെയാണ് വലിയ തുണിയിൽ കട്ട് ചെയ്യുമ്പോൾ ചെയ്യേണ്ടത് കേട്ടോ. ലൈനിങ്ങിൻ്റെ അളവ് കുറച്ചിട്ട് എപ്പോഴും മാർക്ക് ചെയ്യുക. അപ്പോൾ മേൽഭാഗത്ത് ഇത് ഇതേപോലെ തന്നെ നേരെ വരച്ച് കൊടുക്കുന്നുണ്ട്. കഴുത്ത് നമുക്ക് ഇപ്പോൾ കട്ട് ചെയ്യണമെന്നില്ല കേട്ടോ. കഴുത്തിൻ്റെ ഭാഗം ഞാൻ ഇതാ ഒരു ചുരിദാറിൻ്റെ ഷേപ്പ് എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തതാണ്. ഞാൻ ക്യാൻവാസിലാണ് കേട്ടോ കട്ട് ചെയ്തിട്ട് തയ്ച്ചെടുക്കാറ്. അപ്പോൾ ആ ഒരു ഭാഗത്ത് കറക്റ്റ് ആ ഒരു ചതുരം പോലെ തന്നെയാണ് ഇരിക്കുക. കൈക്കുഴിയുടെ ഭാഗം മാത്രമാണ് നമുക്ക് മാർക്ക് ചെയ്യേണ്ടത്. പിന്നെ താഴ്ഭാഗത്തേക്കുള്ള ആ ഒരു ഷേപ്പും കൂടി ഇതേപോലെ ഒന്ന് കറക്റ്റായിട്ട് വരയ്ക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു ഷേപ്പ് വരയ്ക്കുമ്പോൾ നമ്മളിപ്പോൾ സൈഡിലേക്ക് കുറച്ചും കൂടി നീക്കി വരയ്ക്കട്ടെ എന്ന് വെച്ചിട്ട് ഒരു 1/2 ഇഞ്ച് പോലും കൂട്ടിയിടണ്ട കേട്ടോ. കറക്റ്റ് നമ്മുടെ ആ ഒരു മെയിനായിട്ടുള്ള തുണിയുടെ അളവിൽ തന്നെ ഇതുപോലെ ഷേപ്പ് വരച്ചെടുക്കുക. ഇനി നമുക്ക് നമ്മുടെ മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് താഴ്വശത്ത് നിന്നിട്ട് ഞാൻ ഇതേപോലെ അതിൻ്റെ ആ ഒരു ഷേപ്പ് കറക്റ്റായിട്ട് കട്ട് ചെയ്യാനാണ് കേട്ടോ പോണത്. നമ്മൾ ലൈനിങ് വാങ്ങിക്കുമ്പോൾ എപ്പോഴും അത്യാവശ്യം നല്ലൊരു ലൈനിങ് നോക്കി എടുക്കാം കേട്ടോ. വില കുറവിൻ്റെ ലൈനിങ് വാങ്ങിക്കുമ്പോഴാണ് കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവാറ്. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് വില കുറവിൻ്റെ ആണ് ലൈനിങ് വാങ്ങിച്ചതെന്നുണ്ടെങ്കിൽ നമ്മുടെ ചുരിദാർ കട്ട് ചെയ്യാനേക്കാൾ മുപ്പാട് നമുക്ക് അതിൻ്റെ തലേദിവസമൊക്കെ ആയിട്ട് നമ്മുടെ ആ ഒരു ലൈനിങ് ഉണ്ടല്ലോ ഒന്ന് കഴുകുക കേട്ടോ. കഴുകിയിട്ട് തേച്ചെടുത്തിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ ഒരുപാട് ഇങ്ങനെ ചുരുങ്ങലുള്ള പ്രശ്നങ്ങളും ഇതുപോലെ ഇങ്ങനെ വലിഞ്ഞ് വരുന്ന പ്രശ്നങ്ങൾ ഒന്നും അധികം ഉണ്ടാവില്ല കേട്ടോ ലൈനിങ് കഴുകിയിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ നല്ല ലൈനിങ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ കുഴപ്പമില്ലാതെ തയ്ച്ച് കഴിയുമ്പോൾ കിട്ടാറുണ്ട്. അപ്പം അങ്ങനെ കുറവിൻ്റെയൊക്കെ ലൈനിങ് വാങ്ങിച്ചിട്ട് ചെയ്യുമ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ നമ്മുടെ ആ ഒരു ചുരിദാറിൻ്റെ താഴ്വശത്തുള്ള ലൈനിങ് ഉണ്ടല്ലോ അതിൻ്റെയും കൂടി ഞാൻ താഴ്ഭാഗം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചുരിദാറിൻ്റെ കംപ്ലീറ്റ് സൈഡ് ഭാഗങ്ങളും മാർക്ക് ചെയ്തത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ചുരിദാറിൻ്റെ കട്ട് ചെയ്യൽ ഒരുവിധം കഴിഞ്ഞു എന്ന് തന്നെ പറയാം.
അപ്പോൾ നമ്മളിതിൽ കൈയൊന്നും കട്ട് ചെയ്തത് കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ആ ഒരു ലൈനിങ് മേലത്തെ ഭാഗമാണല്ലോ നമുക്ക് എപ്പോഴും പ്രശ്നങ്ങൾ വരാം. അപ്പോൾ ആ ഒരു ഭാഗം കറക്റ്റാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മുടെ ചുരിദാറും ലൈനിങ്ങും ഇനി ഒപ്പം വെച്ചിട്ട് നോക്കാം കേട്ടോ, ഇനി ഇതിൽ കൂടുതലും കുറവൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ടോയെന്ന്. അപ്പോൾ ഇതേ ലൈനിങ്ങിൻ്റെ മേൽഭാഗത്തേക്ക് ഇതേപോലെ നമുക്ക് എടുത്തൊന്ന് വെച്ച് നോക്കാം കേട്ടോ. അപ്പോൾ ഒരു സ്വല്പം പോലും കൂടുതലില്ലാതെ കറക്റ്റ് ആ ഒരു ലൈനിങ്ങും മേൽഭാഗത്തെ തുണിയും ഇതുപോലെ കറക്റ്റ് ഒപ്പം തന്നെ ആയിരിക്കണേ, എന്നാലാണ് നമുക്ക് തയ്ച്ച് കഴിയുമ്പോൾ കറക്റ്റായിട്ട് കിട്ടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഉൾഭാഗത്തൊക്കെ ചിലപ്പോൾ തയ്ച്ച് കഴിയുമ്പോൾ ആ ലൈനിങ്ങിൻ്റെ തുണി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് പൊള്ളച്ച് നിൽക്കാറുണ്ടല്ലോ നമ്മുടെ ചുരിദാറിൻ്റെ ഉൾഭാഗത്ത്. അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാൻ ഇതുപോലെ കറക്റ്റായിട്ട് തന്നെ കട്ട് ചെയ്യുക കേട്ടോ. പിന്നെ തയ്ക്കുമ്പോഴാണ് പിന്നെയുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, തയ്ക്കുമ്പോൾ ചിലവർക്ക് ഒരു സൈഡ് വെച്ച് തയ്ക്കാനാണെങ്കിൽ കൂടുതൽ വശം ഉണ്ടാവുക. അപ്പോൾ എനിക്കായാലും എനിക്ക് പെട്ടെന്ന് തന്നെ മൊത്തമായിട്ട് തയ്ച്ചു വന്നിട്ടുണ്ടെങ്കിൽ എപ്പോഴും ചെറുതായിട്ട് ഇങ്ങനെ ചുളിവുകൾ വരും. അപ്പം എനിക്ക് നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സൈഡ് വെച്ചിട്ടാണ് കേട്ടോ തയ്ക്കാറ്. അപ്പോൾ ആദ്യം നമ്മൾ കാണിച്ച പോലെ ഈ ഒരു സൈഡിൽ നിന്ന് തയ്ച്ച് താഴ്വശം എത്തിയതിന് ശേഷം ഇങ്ങനെ മറച്ച് വെക്കും കേട്ടോ. മറച്ച് വെച്ചിട്ട് മേൽഭാഗത്ത് നിന്നിട്ട് വീണ്ടും താഴ്ഭാഗം വരെ ഇങ്ങനെ തയ്ക്കും. അപ്പോൾ അതെല്ലാം കറക്റ്റായിട്ട് തയ്ക്കാൻ കുഴപ്പമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ താഴ്വശത്ത് നിന്ന് ഒരു സൈഡും തൊട്ടിട്ട് ഫുള്ളായിട്ട് അതിൻ്റെ ഒരു ഭാഗം മുഴുവനായിട്ട് നമുക്ക് തയ്ച്ചെടുക്കാം കേട്ടോ. അപ്പോൾ എളുപ്പവും നല്ല വൃത്തിയിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സൈഡ് വെച്ച് തയ്ക്കണതാണ് കുറച്ചും കൂടി നല്ലത്. ബാക്ക് കഴുത്ത് നമ്മുടെ ഇതുപോലെ തുണിയിൽ കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സൈഡ് ഭാഗം ഒന്നും തയ്ച്ചിട്ട് ക്രോസ് പീസ് വെച്ചിട്ട് ഉള്ളിലേക്ക് മറച്ച് തയ്ച്ചാൽ മതി കേട്ടോ. അപ്പോൾ ലൈനിങ്ങിൻ്റെ ഭാഗം കൂടുതൽ നിൽക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗം എന്നിട്ട് കട്ട് ചെയ്ത് കളയാം. ഇതിൻ്റെ താഴ്ഭാഗം ലൈനിങ്ങിൻ്റെ താഴ്ഭാഗമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതുപോലെ നമ്മുടെ ഉള്ളിലേക്ക് മടക്കും. നമ്മുടെ മെയിനായിട്ടുള്ള തുണിയിലും അടിഭാഗം നമ്മൾ ഇതുപോലെ മടക്കി തയ്ക്കും കേട്ടോ. മടക്കി തയ്ക്കുമ്പോൾ ഇതേപോലെ ഉള്ളൊരു ഗ്യാപ്പ് ഉണ്ടാവണം എപ്പോഴും. അല്ലാതെ കറക്റ്റ് ഒപ്പായിട്ട് വന്ന് നിന്നാലും കൂടിയിട്ടാണ് കേട്ടോ നമ്മൾ നമ്മുടെ ചുരിദാർ തയ്ച്ച് കഴിഞ്ഞിട്ട് ഇടുമ്പോഴായാലും ചിലപ്പോൾ ലൈനിങ് ആവും, ചിലപ്പോൾ താഴോട്ട് ഇറങ്ങിയിട്ടൊക്കെ നിൽക്കുന്നത് കാണാം. അപ്പം അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്ര ഗ്യാപ്പ് ഇട്ടിട്ടെങ്കിലും നമ്മൾ വെട്ടിയിട്ട് തയ്ക്കാൻ പറയണത്. നമ്മുടെ കയ്യിലിരിക്കുന്ന ചുരിദാർ തുണിയുടെ കംപ്ലീറ്റ് കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചുരിദാർ കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ കേട്ടോ, അതായത് ലൈനിങ്ങിൻ്റെ കാര്യത്തിൽ ഇതുപോലെ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിക്ക് തന്നെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ലൈനിങ് തുണിയുടെ കഴുത്തിൻ്റെ ഭാഗം നമ്മൾ കട്ട് ചെയ്യാതെ ഇരിക്കുന്നില്ലേ, അപ്പോൾ അതേപോലെയാണ് ഞാൻ കട്ട് ചെയ്തെടുക്കാറ്. പിന്നെ നമ്മൾ ക്യാൻവാസ് വെച്ചിട്ട് തയ്ക്കുമ്പോഴാണ് കേട്ടോ ആ ഒരു ഭാഗം കട്ട് ചെയ്യാറ്. പിന്നെ അതുപോലെ തന്നെ ബാക്ക് ലൈനിങ്ങിൽ ബാക്ക് നമ്മൾ കട്ട് ചെയ്തെടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതായത് ഫ്രണ്ടിലത്തെ നല്ല തുണിയിൽ കട്ട് ചെയ്താലും ലൈനിങ്ങിൽ കട്ട് ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. ലൈനിങ് തുണിയിലൊക്കെ നമ്മൾ മാർക്ക് ചെയ്തെടുക്കുമ്പോൾ ഇതേപോലെ നല്ല ഭംഗിയിൽ തന്നെ ആ ഒരു ഷേപ്പ് കളയാതെ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യാം കേട്ടോ. അപ്പോഴാണ് നല്ല ഭംഗിയിൽ നമ്മൾ ചുരിദാർ തയ്ച്ച് കഴിഞ്ഞാലും ആ ഒരു ഷേപ്പ് നിൽക്കുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രത്തോളൂ കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി നമ്മൾ വീണ്ടും വരുന്നതാണ്.